ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ലൈവ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്യുവാണല്ലോ, അപ്പം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ നോക്കി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കമൻറ്റ് ഇടാനായിട്ട് പറ്റാത്തത്. അപ്പം നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ലൈവ് ഇടുമ്പം, ഇപ്പോൾ എൻ്റെ എന്നല്ല, നമ്മൾ വേറെ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ആരാണെങ്കിലും ലൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കമൻറ്റ് ഇടണം തോന്നി, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ജസ്റ്റ് 1-2 സെറ്റിങ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ ഫോണിൽ യൂട്യൂബ് എടുക്കുക, കണ്ടോ, യൂട്യൂബ് ഓപ്പൺ ആയി വരും. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയി വരുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് വരും നമ്മുടെ ഫോട്ടോ, ഒരു തല കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ എടുക്കുക. ഇതിപ്പം ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും വരില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇവിടെയായിട്ട് എഡിറ്റ് ചാനൽ എന്നുണ്ട് കേട്ടോ. എഡിറ്റ് ചാനൽ ഞാൻ ബാക്ക് ക്യാം ആക്കിയിട്ട് കാണിച്ചു തരാം, എന്നാലാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ വരിക, യൂട്യൂബിൻ്റെ ഹോം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇപ്പം ഞാൻ ഫോട്ടോ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ഫോട്ടോ വരുന്നുണ്ട്. അനുശ്രീ പ്രദീപ് ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പേരാണ് കേട്ടോ. അപ്പം ഇവിടെ വ്യൂ ചാനൽ എന്ന് പറയുന്ന ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ എല്ലാം ഇമേജസ് എല്ലാം ആഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് ഇങ്ങനെയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതായത് ഇവിടെ ഒരു എഡിറ്റ് ചാനൽ എന്ന് പറഞ്ഞൊരു പെൻസിലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുണ്ടോ നെയിം എന്നുള്ളിടത്ത് ഈ പെൻസിലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് നിങ്ങളുടെ പേര് ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ സംതിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടത് ഇങ്ങനെ ബാക്കോട്ട് അടിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി അനുശ്രീ പ്രദീപ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഹാൻഡിൽ എന്നുള്ളിടത്താണ് നമ്മുടെ ചാനലിന് എന്ത് പേരാ വേണ്ടതെന്നുള്ളത്. അതും ഞാൻ അനുശ്രീ പ്രദീപ് എൻ്റെ പേര് തന്നെയാണ് ഞാൻ ചാനലിന് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിന് വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് വേറെ കുറേ ചാനലുണ്ടല്ലോ, ഇപ്പോൾ പറയാം ശ്രീ മലയാളം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്താണോ പേര് വേണ്ടത് അത് നിങ്ങളിവിടെ അറ്റ് കൊടുത്തിട്ട്, അറ്റാണ് നമ്മുടെ ചാനലിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ചാനലിന് എന്ത് പേരാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതുപോലെ ബൈക്ക് അടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാം കേട്ടോ. അത് ഞാൻ സേവ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ അത് സേവ് ചെയ്യാം. പിന്നെ ഈ ചാനൽ URL ഒക്കെ തന്നെ വരുന്നതാണ് കേട്ടോ, തന്നെ വരുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും കേട്ടോ. ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷനാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് അതും കൂടെ സേവ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ഓണാക്കി വെച്ചേക്കുന്നത് മൈ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഇത് ഞാൻ ഓണാക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ഓണാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് യൂട്യൂബിലൊന്നും വീഡിയോസ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് ഓഫായിട്ടായിരിക്കും കിടക്കുക, അത് ഓഫായിട്ട് തന്നെ കിടക്കട്ടെ. പിന്നെ ഈ പ്രൈവസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിപ്പം ഓഫാണ് കിടക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ഏതൊക്കെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനലുകൾ എല്ലാം കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഓൺ ആക്കിയിടുകയാണെങ്കിൽ ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ അവർ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യും. അതായത് ഞാൻ ഏതൊക്കെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കോൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ പേരും ഡിസ്ക്രിപ്ഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ ഒരു 2-3 സിമ്പിൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിടുക, എന്നാലാണ് ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനൽസിലൊക്കെ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാനും അതുപോലെ തന്നെ നിങ്ങളുടേതായ പോസ്റ്റ് ഇടാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ
യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അതേപോലെ ഷോർട്സ് ആണെങ്കിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഒരു ചാനലായിട്ട് അവിടെ കിടക്കുന്നു മാത്രം. അത് വേറൊരാൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാനൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മാറ്റുന്നു, അത്ര മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. ഇതിപ്പം ഞാൻ ലൈവ് ഇന്ന് ചെയ്ത സമയത്ത് എന്നോട് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശനിയാഴ്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലൈവിൽ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ലൈവ് ശരിയായില്ല, എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് അടുത്ത ആഴ്ച തൊട്ട് ലൈവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അപ്പോൾ അവർക്കൊരു വിഷമമാണ്, എനിക്കൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.